അല്ല, അതാ പറഞ്ഞത്, നിങ്ങൾക്ക് CPIM-നോടുള്ള പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ടും കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെ EP എങ്ങനെയാണെങ്കിലും ആവട്ടെ എന്ന നിലയിൽ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. മന്ത്രി MP രാജേഷിന്റെ വാക്കുകളാണ്. CPIM-നോട് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട് എന്നർത്ഥം. CPIM-നെ നന്നാക്കാൻ ഇറങ്ങിയവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയാണ് MP രാജേഷ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും CPIM-നെ നന്നാക്കിയെടുത്തേ അടങ്ങൂ എന്ന വാശിയിലാണ്. അത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയയിലെ പോൾ ബ്യൂറോ അംഗങ്ങളുണ്ട്, അതോടൊപ്പം ചേരാൻ കേരളത്തിലെ മാധ്യമങ്ങളുമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ കുറെ കാലമായി CPIM-നെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, CPIM-ൽ കൊടുമ്പിരിക്കൊണ്ട വിഭാഗീയത സമയത്തൊക്കെ ഒരു പക്ഷം ചേർന്ന് മാധ്യമങ്ങളെല്ലാവരും CPIM-നെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ച ശ്രമം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം CPIM-നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് CPIM പ്രവർത്തകർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അന്ന് അത് വിശ്വസിച്ചില്ല എങ്കിലും. അതുകൊണ്ട് തന്നെയാണ് MP രാജേഷ് പറഞ്ഞത്, നിങ്ങൾക്ക് CPIM-നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന്. ഇതുമാത്രമല്ല MP രാജേഷ് പറഞ്ഞത്, കടത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതും കൂടി നമുക്ക് കേൾക്കാം. അല്ല, അക്കാര്യങ്ങളെല്ലാം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ യഥാസമയം അറിയിക്കും. LDF കൺവീനർ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ വിട്ടുപോയൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ്. UDF-ൻ്റെ കോൺഗ്രസിൻ്റെ 2 MLA-മാർ സമാനമായിട്ടുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട 2 പേർ തുടരുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോയത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു അവഗണന നിങ്ങൾ കാണിക്കാൻ പാടുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം. അല്ല, അതാ പറഞ്ഞത്, നിങ്ങൾക്ക് CPIM-നോടുള്ള പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ടും കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെ EP എങ്ങനെയാണെങ്കിലും ആവട്ടെ എന്ന നിലയിൽ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ബാക്കി കാര്യങ്ങൾ CPIM-ന്റെ തീരുമാനവും നിലപാടും ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങളെ അറിയിക്കും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ ഇടതുപക്ഷത്തെയും CPIM-നെയും അങ്ങ് നവീകരിക്കാം, നന്നാക്കി കളയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ തുടങ്ങിയിരുന്നു. മുകേഷിനെതിരെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അത് ഒന്നുകൂടി കടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ നന്നാക്കൽ പ്രക്രിയ നേരത്തെ നടന്നിരുന്നു എന്നത് മറന്നുപോകരുത്. അതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു CPIM-നെ നന്നാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അതിനവർ പറയുന്നത് കോൺഗ്രസ് ആണ് ശരി തന്നെ, അവർക്കതൊക്കെ ആകാം. അവർ കള്ളന്മാരാണ്, പെണ്ണുപിടിയന്മാരാണ്, കള്ളുകുടിയന്മാരാണ്, അവർക്കങ്ങനെയൊക്കെ ആവാം, അത് കോൺഗ്രസ് ആണ്. പക്ഷേ CPM, ഇതാണ് ചോദ്യം, CPM അങ്ങനെ ആകാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ എന്തിനാണ്? അത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നന്നാക്കാനാണോ? അതല്ല, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണ്. നേരത്തെ തന്നെ എല്ലാം മുകേഷിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങൾ, എല്ലാ ചർച്ചകളും മുകേഷിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷെ കോൺഗ്രസിന് അതൊരു വലിയ തടസ്സമായി നിന്നിരുന്നു. കോൺഗ്രസിന്റെ സുനിൽ കനോഗുലു ടീം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ PR ടീം നല്ല പണി അതിനുവേണ്ടി എടുക്കുകയും ചെയ്തിരുന്നു. അത് നാം ആദ്യം മുതലേ കണ്ടതാണ്. കോൺഗ്രസ്സുകാരനാണ് സിദ്ദിഖ്, അദ്ദേഹമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പെട്ടെന്ന് ജഗദീഷ് രംഗത്ത് വരുന്നു. എന്താണ് ജഗദീഷിന്റെ നീക്കം? അത്ര നിഷ്കളങ്കമാണ് എന്ന് കരുതിയോ? കൃത്യമായ ആലോചനയെ തുറന്നാണ് നടൻ ജഗദീഷ് സിദ്ദിഖിനെതിരെയും അമ്മയ്ക്കെതിരെയും രംഗത്ത് വരുന്നത്. അതിനുശേഷം കോൺഗ്രസിനോട് അനുഭാവമുള്ള ഓരോ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രംഗത്ത് വരികയാണ്. അവർ അവരുടെ അഭിപ്രായം പറയുകയാണ്. എല്ലാ അഭിപ്രായത്തിൻ്റെയും അവസാനം ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്ക് തന്നെയാണ്. അതൊരു ചർച്ചയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല. എന്താണ് ചർച്ച? ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു സർക്കാർ, അത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതായിരുന്നു ആദ്യത്തെ വാദം. അത് ആദ്യം പ്രതിപക്ഷം ഏറ്റെടുത്തിരുന്നുവെങ്കിലും പിന്നീട് പ്രതിപക്ഷം തന്നെ അത് ഒഴിവാക്കി. കാരണം ഇതിൻ്റെ
ക്രോണോളജി എന്ന് വെച്ചാൽ ഇത് എപ്പോൾ കൊടുത്തു, ജസ്റ്റിസ് ഹേമ എപ്പോഴാണ് കത്ത് കൊടുത്തത്, വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് എപ്പോഴാണ് വന്നത് എന്ന ക്രോണോളജിയെല്ലാം പുറത്തു വന്നപ്പോൾ അതിൽ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീടാണ് മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് കയറി പിടിക്കുകയും അതിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കാൻ നല്ല ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. അതിനുവേണ്ടി കോൺഗ്രസിന്റെ PR ടീം നന്നായി വയർത്ത് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ബുദ്ധിജീവികൾ പോലും വീണുപോയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എല്ലാവരുടെയും ആവശ്യം CPIM-നെ ഇപ്പം നന്നാക്കിയെടുക്കണം, കുളിപ്പിച്ചെടുക്കണം എന്നതാണ്. CPIM-ന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചില്ലെങ്കിൽ CPIM തന്നെ തകർന്നു പോകും എന്ന രൂപത്തിലാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അതിന് പിറകിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ സമയത്താണ് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റിന്റെയും കാര്യങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ MLA-മാരാണ്, രണ്ടുപേരും ജയിലിൽ കടന്നതാണ്, രണ്ടുപേർക്കെതിരെയും കേസുണ്ട്, അതും ബലാത്സംഗ കേസാണ് രണ്ടുപേർക്ക് എതിരെയും ഉള്ളത്. ആ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അത് പ്രശ്നമേ അല്ല, അത് കോൺഗ്രസ് അല്ലേ, അത് വെച്ചിട്ട് എങ്ങനെയാണ് മുകേഷിന്റെ കാര്യം ന്യായീകരിക്കുക? ഇത് CPM അല്ലേ? CPM എന്ന് വെച്ചാൽ എപ്പോഴും പാല് പോലെ ഇങ്ങനെ വെളുത്തിരിക്കണം. ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാട്. പക്ഷേ അവർ എപ്പോഴും താരടിച്ചുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും CPIM-നെ എന്നത് മറ്റൊരു കാര്യം. ഈ പൊള്ളത്തരം ഇരട്ടത്താപ്പാണ് നാം ഇവിടെ കാണുന്നത്. അതുതന്നെയാണ് MP രാജേഷ് കൃത്യമായും വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് CPIM-നോടുള്ള സ്നേഹം അത് നമുക്ക് അറിയാം, അതിൻ്റെ ആഴം നമുക്ക് അറിയാം. അതിലൂടെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ട്രോളുകയായിരുന്നു MP രാജേഷ് ചെയ്തത്. അതുപോലും മനസ്സിലാക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്ന ദുര്യോഗം നമ്മുടെ മുന്നിലുണ്ട്. അത്രമാത്രം ഷണ്ഡീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മാധ്യമപ്രവർത്തകരെ എന്ന് വേണം കരുതാൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ചർച്ചയും ക്യാമ്പയിനും കുറേ നാൾ കൂടി തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ കിട്ടിയ നല്ല ആയുധമാണ്, അത് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസ് MLA-മാരുടെ ചരിത്രം തന്നെയാണ്. എന്നാൽ അതിനെ മറികടക്കാനുള്ള പുതിയ തന്ത്രമുണ്ട്. അവരങ്ങനെയായാൽ ഇവരിങ്ങനെ ആകാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ എന്ന ചോദ്യം ഉയർത്തുകയും CPM എന്ന പ്രശ്നം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് അതിനെ മറികടന്ന് CPIM-നെതിരെ വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരിക എന്ന തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നീക്കത്തെ പൊളിച്ചു കാട്ടാൻ, തുറന്നു കാട്ടാൻ MP രാജേഷ് തയ്യാറായത്.